ഹായ് ഓൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എഗ്ഗ് കൊണ്ടുള്ളൊരു സിമ്പിൾ സ്നാക്കായിട്ടാണ്. ഇതിന് ഉള്ളി വഴറ്റുക, മസാല വഴറ്റുക, അങ്ങനെ യാതൊരുവിധ പരിപാടികളുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൻ ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്കെങ്ങനെ ഈ സിമ്പിൾ റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഞാനിവിടെ ആദ്യം തന്നെ ഒരു 6 പുഴുങ്ങിയ മുട്ട സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ എഗ്ഗിനെ 2ആയിട്ട് കട്ട് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് യെല്ലോ പോർഷനും വൈറ്റ് പോർഷനും സെപ്പറേറ്റ് ആക്കാം. ഈ വൈറ്റ് പോർഷന് കട്ടാവാണ്ട് നോക്കണേ. ഇനി എല്ലാ എഗ്ഗും ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിവിടെ വൈറ്റും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് വൈറ്റ് പൊട്ടാതെ നോക്കണേ, ഇതുപോലെ കിട്ടണം. ഈ വൈറ്റ് പോർഷൻ നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഈ യെല്ലോ പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിലോട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിതിലോട്ടേക്ക് മയണൈസിനെ ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ടേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കൊറിയാണ്ടർ ലീവ്സ് ആഡ് ചെയ്യാം. പിന്നെ ഒരു 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലോട്ടേക്ക് സോൾട്ട് ആഡ് ചെയ്യാം. സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മയണൈസിൽ ഓൾറെഡി നമുക്ക് ഉപ്പുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കണം. ഒരു സ്പാച്ചുലയോ വിസ്കോ യൂസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഇത് നല്ലപോലെ മിക്സായി കിട്ടും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം കേട്ടോ നമുക്ക്. ഈ പ്രിപ്പയർ ചെയ്ത ഫില്ലിങ്സിനെ നമുക്കിനി ഈ എഗ്ഗിലോട്ടേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ മിക്സ്ചർ എടുത്തിട്ട് ഇതുപോലെ ഈ എഗ്ഗിൻ്റെ ഈ ഹാഫിലോട്ടേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. ഇനി എല്ലാ എഗ്ഗും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാൻ എല്ലാ എഗ്ഗും ഇതുപോലെ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു എഗ്ഗിനെ ഒരു ബൗളിലോട്ടേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇതിനാവശ്യമുള്ള ഉപ്പിട്ടിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത എഗ്ഗ് എടുത്ത് ഈ എഗ്ഗ് മിക്സ്ചറിൽ ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നല്ലപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. എല്ലാ എഗ്ഗും ഇനി ഇതുപോലെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഡബിൾ കോട്ട് ചെയ്യാം കേട്ടോ. എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. എല്ലാ എഗ്ഗും ഞാനിതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഓയിൽ ചൂടാക്കാം. ഓയിൽ നല്ലപോലെ ചൂടാകുമ്പോൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിനെ നമുക്ക് ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാം. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ ആവും, അതിന് ടൈമൊന്നും ഇതിന് വേണ്ട. ഒരു സൈഡൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓപ്പോസിറ്റ് സൈഡും പെട്ടെന്ന് തന്നെ ഗോൾഡൻ ബ്രൗൺ കളറാകും. അപ്പോൾ തന്നെ അതും മറിച്ചിട്ട് കൊടുക്കാം. കാരണം കുറച്ച് അധികം ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും ഔട്ട് സൈഡ്. ഇതിപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓയിലിൽ നിന്ന് മാറ്റാം. ശരിക്കും ഈ ഒരു കളറാവണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി ബാക്കി വരുന്നത് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനത് വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് കൊണ്ടുള്ള ഈ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വെരി സിമ്പിൾ അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.
താങ്ക് യു ഫോർ വാച്ചിങ്.